നമസ്കാരം. നമ്മൾ യൂറോപ്പുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ആൻറ്റി ഇമിഗ്രേഷൻ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളാണ്. ഈ കഴിഞ്ഞിടക്കൊക്കെ നമുക്കറിയാം, ഈ അയർലൻഡിൽ നടന്ന സംഭവങ്ങൾ, ഇന്ത്യക്കാരെ ആക്രമിക്കപ്പെട്ട കാര്യം അറിയാം. അതുപോലെ തന്നെ UK ഈ കഴിഞ്ഞിടക്ക് നടന്ന മഹാറാലി, ഒത്തിരി ജനങ്ങൾ സായിപ്പന്മാരോട് ഒത്തുകൂടി അവർ ഇതിനെതിരായിട്ട് പ്രതിഷേധിച്ചു. ഈ ഇല്ലീഗൽ ഇമിഗ്രൻസ് അല്ലെങ്കിൽ ഇമിഗ്രൻസിനെതിരായിട്ട് എന്ത് ചെയ്തു, പ്രതിഷേധിച്ചു എന്ന് കാണാറുണ്ട്. ഫാർ റൈറ്റ് ആയിട്ടുള്ള പാർട്ടികൾ അവിടെ എന്ത് ചെയ്യണം, കരുത്താർജിച്ച് വരികയാണ്. കാരണം ഇതിനു മുമ്പ് തന്നെ ലിബറലായിട്ടുള്ള ലെഫ്റ്റ് ലിബറലുകളായിട്ടുള്ള പാർട്ടികൾക്ക് അവിടെ നല്ല സ്വാധീനം ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഫാർ റൈറ്റ് ആയിട്ടുള്ള പാർട്ടികൾ അവിടെ ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒറ്റ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇമിഗ്രൻസിനോടുള്ള ഭയമാണ്. കാരണം ഇവരുടെ എണ്ണം അധികമായിട്ട് വന്നു കഴിഞ്ഞാൽ തങ്ങൾ എന്ന് പറയുന്ന ഈ വെള്ളക്കാരെന്ന് പറയുന്ന വിഭാഗം അവിടെ ഇല്ലാതായി പോകുമോ എന്നുള്ള ഭയത്തിൽ നിന്നുകൊണ്ടാണ് അവർ ഈ ഇമിഗ്രൻസിനെ എല്ലാത്തിനെയും പുറത്താക്കണം എന്നും പറഞ്ഞ് അവിടെ പ്രകടനങ്ങളൊക്കെ നടത്തുന്നത്. അവിടെയൊക്കെ ഭരണം നടത്തുന്നതായിരിക്കുന്ന ഗവൺമെൻറ്റുകൾക്കുമൊക്കെ അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇവർ ഈ പറയുന്ന പോലെയൊന്നും ഇമിഗ്രൻസിനെ അവിടെ നിന്ന് തുടച്ചു നീക്കിയിട്ട് ഒരു യൂറോപ്പിനെ പടുത്തുയർത്താനായിട്ട് സാധിക്കില്ല. അതവരുടെ കയ്യിൽ നിന്ന് അവർ കളഞ്ഞു എന്ന് പറയുന്നതാണ് വാസ്തവം. ആദ്യകാലങ്ങളിൽ ഇവർ വല്ലാതെ എന്ത് ചെയ്തു, ഈ ഇല്ലീഗലായിട്ട് വരുന്ന ഇമിഗ്രൻസിനെ വല്ലാത്തവരേക്ക് രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു. ഇതിന് ശേഷം വരുന്ന ഇതിൻ്റെ തിക്താനുഭവങ്ങൾ എന്താണെന്ന് ഇവർ ചിന്തിച്ചില്ല. അതിനും കുറേ കാലം മുമ്പിലേക്ക് നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇവർക്കിടയിൽ സംഭവിച്ചതായിരിക്കുന്നതായ പ്രശ്നങ്ങൾ, അതായത് പ്രത്യേകിച്ച് ഫാമിലി, നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളേക്ക് എടുത്തു കഴിഞ്ഞാൽ ധാരാളം മക്കളുള്ള കുടുംബങ്ങളാണ് നമ്മളുടെയൊക്കെ നാടുകളെന്ന് പറയുന്നത്. ഇന്ത്യയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം 140 കോടി ജനങ്ങൾ വസിക്കുന്ന ഒരിടമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ചൈന എടുത്തു കഴിഞ്ഞാൽ ധാരാളം മനുഷ്യരവിടെയുണ്ട്. ചൈനയിലും കോടിക്കണക്കിന് മനുഷ്യരുണ്ട് എന്ന് കാണാൻ സാധിക്കും. മാത്രമല്ല ഏഷ്യൻ രാജ്യങ്ങളാകട്ടെ ആഫ്രിക്കൻ രാജ്യങ്ങളാകട്ടെ എല്ലാം എടുത്തു കഴിഞ്ഞാൽ ധാരാളം ജനങ്ങളവിടെയുണ്ട്. പോപ്പുലേഷൻ ഗ്രോത്ത് അവിടെ നടക്കുന്നുണ്ട്. എന്നാൽ യൂറോപ്പിൻ്റെ സ്ഥിതി അതല്ല എന്നുള്ളതാണ്. കാലഘട്ടത്തിൽ ഈ കൺസർവേറ്റീവിസം ശക്തി ആർജിച്ച് നിന്ന സമയത്ത്, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ബിബ്ലിക്കൽ ഐഡിയോളജി അവരെ സ്വാധീനിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അവർ കുടുംബത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നു. ധാരാളം മക്കൾ അവർക്കുണ്ടായിരുന്നു. പിൽക്കാലത്ത് ഇവർക്ക് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഫാമിലിക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാതെ വന്നു എന്നുള്ളതാണ്. എല്ലാവരും കൊടുക്കുന്നില്ല എന്നുള്ളതല്ല ഞാൻ ഈ പറയുന്നത്. അവിടെ കൺസർവേറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഫാമിലി മൂല്യത്തിൽ വിശ്വസിക്കുന്നതായിരിക്കുന്ന ആൾക്കാരുണ്ട് യൂറോപ്പിൽ. അല്ലാതെ യൂറോപ്പിലുള്ള എല്ലാവരും മോശക്കാരാണെന്നുള്ള അർത്ഥത്തിലല്ല ഈ പറയുന്നത്. എന്നാൽ അതൊരു മൈനോറിറ്റി ആണെന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ബാക്കിയുള്ള ഈ ലെഫ്റ്റ് ലിബറലുകളും മറ്റുമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിന് പ്രാധാന്യം കൊടുത്തില്ല. അവർക്ക് വിവാഹം കഴിക്കണമെന്നില്ല, വിവാഹം കഴിക്കാതെ ജീവിക്കാം. അതുപോലെ തന്നെ കുട്ടികൾ വേണമെന്നില്ല, കുട്ടികൾ ഇല്ലാതെ ജീവിക്കാം. പിന്നെ അത് LGBTQ പോലുള്ള സംവിധാനങ്ങളൊക്കെ വന്നതോടുകൂടി മക്കളില്ലാത്ത അവസ്ഥയായി എന്നുള്ളതാണ് യൂറോപ്പിലെ അവസ്ഥ എന്ന് പറയുന്നത്. അവർക്കുണ്ടാകുന്ന മക്കളുടെ എണ്ണം വളരെ കുറവാണ്. എന്നാൽ നല്ലൊരു ശതമാനം ആൾക്കാരും വിവാഹം വേണ്ട എന്നും പറഞ്ഞ്, മക്കൾ വേണ്ട എന്നും പറഞ്ഞ് ഇതുപോലുള്ള ഈ ട്രാൻസ്ജെൻഡറിസത്തിലേക്കും അതുപോലെ തന്നെ LGBTQയിലേക്കൊക്കെ പോവുകയാണ്. മാത്രമല്ല അബോർഷൻ്റെ എണ്ണം എന്ത് ചെയ്യുന്നു, പെരുകിക്കൊണ്ടിരിക്കുകയാണ്. മക്കൾ വേണ്ട, അവർ ചിലപ്പോൾ ഒരുമിച്ച് ജീവിക്കുവരും തമ്മിൽ. ഇപ്പോൾ ആണും പെണ്ണുമൊക്കെ ഒരുമിച്ച് ജീവിക്കുമെങ്കിലും അവർക്ക് മക്കൾ വേണ്ട എന്നുള്ളതാണ്. അവർക്ക് അങ്ങനെ ജീവിച്ച് അവരുടെ ആ ജീവിതം ആസ്വദിക്കുക എന്നുള്ളതിനപ്പുറം മക്കളെന്നൊക്കെ പറയുന്നത് ഒരു ഭാരമായിട്ട് അവർ കരുതി അതിനെയൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് തുടങ്ങി. മാത്രമല്ല വിവാഹത്തിന് മുൻപുണ്ടാകുന്നതായിരിക്കുന്ന ഈ ബന്ധങ്ങളിലൂടെ ജനിക്കാൻ സാധ്യതയുള്ള കുഞ്ഞുങ്ങളെ അബോർഷനിലൂടെ എന്ത് ചെയ്യുന്നു, അവരെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു. അതുമാത്രമല്ല അബോർഷന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ എന്ത് ചെയ്തു, യൂറോപ്പിൽ പാസ്സാക്കി എന്നുള്ളതാണ്. ഒരു പ്രത്യേക സാഹചര്യങ്ങൾ ഒഴിച്ചാൽ അല്ലാത്ത സാഹചര്യങ്ങളിലൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഈ അബോർഷൻ ചെയ്യാൻ പാടില്ല എന്നുള്ള നിഷ്കർഷ ശക്തമായിരിക്കുന്ന നിയമം നിലനിന്നിരുന്ന രാജ്യങ്ങളായിരുന്നു ഈ യൂറോപ്യൻ രാജ്യങ്ങളെന്ന് പറയുന്നത്. എന്നാൽ അതെല്ലാം ഈ ലിബറലിസത്തിൻ്റെ ഭാഗമായിട്ട് എടുത്തു കളഞ്ഞു. എന്നിട്ടത് നിയമം മൂലം എന്ത് ചെയ്തു, അതിന് അനുവാദം കൊടുത്തു. അതായത് അബോർഷൻ ആകാം എന്നുള്ള നിലയിൽ. അപ്പോൾ ഇതാണ് യൂറോപ്പിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത്. അപ്പോൾ യൂറോപ്പ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ഇപ്പോഴാണ് ഇവർക്ക് ബോധം വീണത്. എന്താണ്, തങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലാതെ വരുന്നതും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ വേണ്ട എന്ന് വെക്കുന്നതും ഈ ലിബറലിസമൊക്കെ കാരണം എന്ത് ചെയ്യുന്നു, പോപ്പുലേഷൻ ഗ്രോത്ത് എന്ത് ചെയ്യുന്നു, കുറയുന്നു. പോപ്പുലേഷൻ ഗ്രോത്ത് കുറയുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇമിഗ്രേഷൻ അല്ലെങ്കിൽ ഇല്ലീഗൽ ഇമിഗ്രൻസ് വരുന്നു. അതുപോലെ തന്നെ അല്ലാതെ വരുന്ന നിയമം മൂലം എന്താണ്, ലീഗലി വരുന്ന ഇല്ലീഗൽ ഇമിഗ്രൻസും അതുപോലെ തന്നെ ലീഗലി വരുന്ന ഇമിഗ്രൻസും ഒക്കെ എന്ത് ചെയ്യുന്നു, ഇവിടെ കൂടുന്നു. അവർക്ക് മക്കളുണ്ടാകുന്നു, അവർക്ക് കുടുംബങ്ങളുണ്ട്. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിന്നൊക്കെ വരുന്നവർക്ക് എന്തുണ്ട്, അവർക്ക് 1ഉം 2ഉം ഭാര്യമാരും നിറയെ മക്കളുമുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് ചെല്ലുന്നവർക്ക് എന്തുണ്ട്, ഭാര്യയും മക്കളൊക്കെ ആയിട്ട് അവരെന്ത് ചെയ്യുന്നു, അവർ ആ കുടുംബജീവിതം ആസ്വദിച്ച് അവർക്ക് വളരെ സേവിങ്സൊക്കെ ഓടുകൂടി വളരെ ഭദ്രമായിട്ട് ജീവിക്കുകയാണ്. അവർക്ക് മക്കളുണ്ടാകും, തലമുറകൾ ഉണ്ടാകുന്നുണ്ട്.
അപ്പോൾ ഈ ഇമിഗ്രൻസ് ആയിട്ട് വരുന്നവരൊക്കെ അവിടെ പെരുകി കഴിഞ്ഞാൽ ഇവരെക്കാൾ അധികമാകും അവിടുത്തെ ജനസംഖ്യ എന്ന് ഒരു ഭയമുണ്ട്. അങ്ങനെ ആ ഭയത്തിൽ നിന്നുകൊണ്ടാണ് തങ്ങളുടെ കൾച്ചർ ഇല്ലാതായി പോകും, തങ്ങളുടെ സംസ്കാരം ഇതായി പോകും എന്നൊക്കെ അവർ പറയുന്നത്. അതിനേക്കാൾ അവരെ ഭാരപ്പെടുത്തുന്ന ഒരു കാര്യം അവർക്ക് ഇപ്പോൾ തൊഴിൽ കാര്യമായ നിലയിൽ കിട്ടുന്നില്ല, വീടുകൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഇപ്പോഴാണ് ഇവർ ഉണർന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എത്രയൊക്കെ സമരം ചെയ്തെന്ന് പറഞ്ഞാലും ഇവർക്കിതിനെ തുടച്ചു നീക്കാനായിട്ട് സാധിക്കില്ല. ഇല്ലീഗൽ ഇമിഗ്രൻസ് ആകട്ടെ ഇല്ലീഗൽ ഇമിഗ്രൻസിൻ്റെ കേസ് ഏറെക്കുറെയൊക്കെ പരിഹരിക്കാൻ പറ്റിയേക്കും നിയമങ്ങളിലൂടെ. നിയമം അനുസരിച്ച് വരുന്നതായിരിക്കുന്ന ഇമിഗ്രൻസിനെ അവർക്ക് പുറത്താക്കാൻ, സമ്പൂർണ്ണമായിട്ട് ഇവരെ പുറത്താക്കിക്കൊണ്ട് ഒരു വെള്ളക്കാരുടേതായിരിക്കുന്ന ഒരു രാജ്യം എന്നുള്ള നിലനിൽക്കാൻ അവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ് അവിടുത്തെ തന്നെ ഏജൻസികൾ, യൂറോസ്റ്റാറ്റ് പോലുള്ള ഏജൻസികൾ ജനസംഖ്യാ നിരക്കുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യം. കാരണം ഇപ്പോൾ യൂറോപ്യന്മാരെ മാത്രം നിലനിർത്തിക്കൊണ്ട് ഒരു ജനസംഖ്യാ വർധനവ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വയസ്സന്മാരായിരിക്കുമെന്നാണ് പറയുന്നത്. അവരുടെ രാജ്യത്ത് മഹാഭൂരിപക്ഷവും വയസ്സന്മാരായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഏതാണ്ട് 21% ആൾക്കാർ യൂറോപ്പിലെ നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അവർ 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണെന്നാണ് പറയുന്നത്. അതായത് വൃദ്ധരായിട്ടുള്ള ആൾക്കാരാണ്. ഈ യങ്സ്റ്റേഴ്സിൻ്റെ എണ്ണം എടുത്ത് നോക്കി കഴിഞ്ഞാൽ അത് കുറവാണ്. നമുക്കറിയാം ഇന്ത്യയുടെയൊക്കെ പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അവിടെയാണ്. 140 കോടി ജനങ്ങളുണ്ടെങ്കിൽ അതിലധികവും യുവാക്കളാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നല്ല ആരോഗ്യമുള്ള വർക്കിംഗ് ഏജ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് കാണാനായിട്ട് സാധിക്കും. അതൊരു രാജ്യത്തിൻ്റെ കരുത്താണ്. പക്ഷേ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ യൂറോപ്പിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ UK വന്നാലോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാലോ അവിടെ ഈ വർക്കിംഗ് ഏജ് പീപ്പിൾ എന്ന് പറയുന്നത് അവിടെ കുറവാണ് എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണ് അവർക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഇമിഗ്രൻസിനെ ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നത്. ഇപ്പോൾ എന്തുകൊണ്ട് UK നമ്മൾ നഴ്സുമാർ പോകുന്നു, ഡോക്ടേഴ്സ് പോകുന്നു, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വേക്കൻസി ഉള്ളത് കൊണ്ടാണ്. അവരുടെ ആൾക്കാർ തന്നെ ആ വേക്കൻസികൾ ഫില്ല് ചെയ്തിരുന്നുവെങ്കിൽ അവിടെ വേക്കൻസി ഉണ്ടാകുമായിരുന്നു. നമുക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യം ഉണ്ടാകുമായിരുന്നു? ഇല്ല. നമ്മളുടെ ഇവിടുന്ന് മലയാളികളായിട്ടുള്ള ആൾക്കാർ നേഴ്സായിട്ട് അവിടെ പോകുന്നതിൻ്റെ കാര്യം എന്താ? അവിടെ വേക്കൻസി ഉള്ളത് കൊണ്ടാണ്. അവിടെ വേക്കൻസി ഇല്ലെങ്കിൽ അങ്ങോട്ട് പോകുകയില്ല, അവിടുത്തെ ആൾക്കാർ തന്നെ ആ വേക്കൻസി ഫില്ല് ചെയ്തിരുന്നെങ്കിൽ. അതുപോലെ തന്നെയാണ് യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളുടെയും അവസ്ഥയെന്ന് പറയുന്നത്. അവിടെ പല ജോലികളും ചെയ്യാനായിട്ട് ആളില്ല എന്നുള്ളതാണ്. വർക്കിംഗ് ഏജ് ആയിട്ടുള്ള ആൾക്കാർ ഇല്ല, പിന്നെ പ്രായക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെ വെച്ചിട്ട് യൂറോപ്പിന് അധികകാലം മുന്നോട്ട് പോകാനായിട്ട് അതിൻ്റെ പോപ്പുലേഷൻ എന്ത് ചെയ്യും? അത് കുറഞ്ഞു പോകും. അത് ഭീകരമാവണ്ണം എന്ത് ചെയ്യും? അത് കുറഞ്ഞു പോകും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഭരണത്തിലേക്ക് വരുന്നതായിരിക്കുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ സത്യാവസ്ഥ, ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നറിയാം. കാരണം ഇവരെ ആശ്രയിക്കാതെ, ഈ ഇമിഗ്രൻസിനെ ആശ്രയിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റുകയില്ല എന്ന് അവർക്കറിയാം. കാരണം ഇമിഗ്രൻസിലൂടെ ആ പോപ്പുലേഷൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം ഇവർക്കറിയാം. അതുകൊണ്ടാണ് ഇവർ ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇമിഗ്രൻസിനെ പ്രോത്സാഹിപ്പിക്കുന്നത്. പക്ഷേ ഇതുപോലുള്ള ശക്തമായിരിക്കുന്ന പ്രതിഷേധങ്ങളൊക്കെ വരുമ്പോൾ അവർക്കിതിനെതിരായിട്ട് നിയമങ്ങൾ കൊണ്ടുവരികയും ഇതിനെ തടയുകയും ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന സമയത്ത് യൂറോപ്പ് വലിയ പ്രതിസന്ധികളിലേക്ക് കടന്നു പോകുമെന്നുള്ളതാണ്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കെയറിങ് മേഖല നേരിടാൻ വേണ്ടി പോകുന്നതായിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത്. അവിടെ ഞാൻ പറഞ്ഞു, ഈ 65 വയസ്സിന് മേലുള്ളവരാണ്, വൃദ്ധരായിട്ടുള്ള ആൾക്കാരാണ്. അവരെ കെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിന് സ്റ്റാഫുകൾ വേണം. അതിനാരെ ആശ്രയിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ അവിടെയുള്ള യുവാക്കളിലെല്ലാവരും അവർക്കിഷ്ടമുള്ളതായിരിക്കുന്ന മേഖലകളാണ് തിരഞ്ഞെടുക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ഈ ഹെൽത്ത് കെയർ മേഖലയിലേക്ക് അവർക്ക് വരണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് താല്പര്യം ഉണ്ടാകില്ല. അപ്പോൾ അവർ വേറുള്ള മേഖലയിലേക്ക് പോകുമ്പോൾ ആ മേഖലയിൽ അവിടെ എന്ത് ചെയ്യും? വേക്കൻസി വരുമെന്നുള്ളതാണ്. അപ്പോൾ അത് എങ്ങനെ ഫില്ല് ചെയ്യും എന്നുള്ളതാണ്. പിന്നെ വരുന്നതായിരിക്കുന്ന ഈ ടാക്സ് ബേർഡൻ എന്ത് ചെയ്യും? വർദ്ധിക്കും. അതായത് പെൻഷൻ അത് എന്ത് ചെയ്യും? അത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോഴേക്കും എന്ത് ചെയ്യും? ടാക്സ് ബേർഡൻ വർദ്ധിക്കും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് നേരിടേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം. അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇതിനെ അടിച്ച് പുറത്തിറക്കിയിട്ട്, ഇമിഗ്രൻസിനെ മുഴുവൻ പുറത്തിറക്കിയിട്ട് ഒരു യൂറോപ്പിനെ കെട്ടിപ്പടുക്കുവാനായിട്ടുള്ള സമയം എന്ത് ചെയ്തു? വൈകിപ്പോയി എന്ന് പറയുന്നതാണ് അതിലെ ശരിയായിട്ടുള്ള. അവരെയും അടിച്ച് പുറത്തിറക്കുക എന്നുള്ള രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് അവരെ തിരിച്ച് അവരെ പ്രതികൂലമായിട്ട് ബാധിക്കുമെന്നല്ലാതെ മറ്റൊന്നും അതിലില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ ഇന്ത്യക്കാരായിട്ട് ചെന്നവരെ പലരെ ഓടിച്ചിട്ടടിക്കുന്നുണ്ട്. അവരൊക്കെ ലീഗലി ചെന്ന ആൾക്കാരാണ്. ഇവരെ ആക്രമിക്കുകയാണ്. ഇവരെ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തേക്ക് തിരിച്ചു പോകാനാണ് പറയുന്നത്. ഈ ആൾക്കാരെല്ലാവരും അവരുടെ രാജ്യങ്ങളിലേക്ക് തിരിച്ചു പോന്നു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥയെന്ന് പറഞ്ഞാൽ അതാണ് ഈ പറയുന്നത്. അവരുടെ സാമ്പത്തികമായിരിക്കുന്ന പ്രതിസന്ധിയിലേക്ക് അവർ പോകുമെന്നുള്ളതാണ്. അവിടെ വർക്കിംഗ് ഏജ് ആയിട്ടുള്ള പീപ്പിളുകളുടെ എണ്ണം കുറവാണ്. പല മേഖലകളിലും പ്രതിസന്ധികളുണ്ടാവും. അവർക്ക് ടാക്സ് ബേർഡൻ 1980 മുതൽ 2021 വരെയുള്ള ടാക്സിൻ്റെ വർധനവ് നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ വർദ്ധിച്ചു എന്ന് കാണാനായിട്ട് സാധിക്കും.
അത് ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോപ്പുലേഷൻ്റെ എന്താണ് ലോവർ ഗ്രോത്ത് ആണെന്നുള്ളതാണ്. ഈ പ്രധാനപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങൾ അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അയർലൻഡ്, UK, അതുപോലെ തന്നെ സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങളെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ ഷെയർ എടുത്തു കഴിഞ്ഞാൽ എത്ര ശതമാനമാണെന്ന് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അയർലൻഡിൽ ഏതാണ്ട് 40% ഈ ഫോറിൻ ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സാണ് അവരുടെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. നേഴ്സുമാരെയൊക്കെ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒത്തിരി നേഴ്സുമാർ ഈ അയർലൻഡിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ UK കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ 31.9% അത്രയും ട്രെയിൻഡ് ആയിട്ടുള്ള ഫോറിൻ ട്രെയിൻഡ് ഡോക്ടേഴ്സാണ് അവിടെ വർക്ക് ചെയ്യുന്നത്, അവരുടെ ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നത്. അതുപോലെ സ്വീഡൻ 30 ആണ് അവിടുത്തെ ഷെയർ എന്ന് പറയുന്നത്, അതായത് ഫോറിൻ ട്രെയിൻഡ് ഡോക്ടേഴ്സിൻ്റെത്. അപ്പോൾ ഇത്രയും നിലയിൽ അവർ ഡിപ്പെൻഡ് ചെയ്യണം മറ്റുള്ളവരെ, ഈ പറയുന്നതായ ഫോറിൻ ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരെ എന്ത് ചെയ്യുന്നു, അവർ ഡിപ്പെൻഡ് ചെയ്യാണ്. അവരെന്തുകൊണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത്രയും അവർക്ക് അവരുടെ ആൾക്കാരെ കൊണ്ട് നികത്താനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം അവർ തന്നെ വരുത്തി വെച്ചിട്ട് ഇവരെല്ലാവരെയും അടിച്ച് പുറത്തിറക്കുക എന്ന് പറയുന്നത് അത് നടപ്പുള്ള കേസല്ല.